സുഹൃത്തുക്കളെ, 1985 മുതൽ അനവധി സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, യുക്തിവാദ സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഹാളാണിത്. അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിൽ ഈ സമ്മേളനവും സമ്പന്നമാണ്. എനിക്ക് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന വിഷയം കേവല നാസ്തികതയും യുക്തിവാദവും എന്നതാണ്. നമുക്കേവർക്കും സുപരിചിതമാണ് ഈ വിഷയം. യുക്തിവാദം എന്തെന്ന് നല്ലതുപോലെ അറിയാം, നാസ്തികവാദവും എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുമ്പിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, ഈ സർവ്വജീവചരാചരങ്ങളും എങ്ങനെയാണ് ഉണ്ടായത്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അന്തം വിട്ടു നിൽക്കുമ്പോൾ അവിടെ വന്ന് ഉത്തരം കൊടുത്തത് ശാസ്ത്രബോധമോ സാധാരണ മനുഷ്യനോ പണ്ഡിതനോ അല്ല, മതങ്ങളാണ്. മതങ്ങൾ വന്നിട്ട് അതിനൊരു ഉത്തരം പറഞ്ഞു കൊടുത്തു വളരെ എളുപ്പത്തിൽ. അത് ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, എല്ലാം സ്ഥിതി ചെയ്യിപ്പിക്കുന്നത്, എല്ലാം സംഹരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവം ആണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ആരും തിരിച്ചു ചോദിച്ചില്ല ഈ ദൈവം എങ്ങനെയാണ് ഉണ്ടായത്. കേട്ടവരെല്ലാം മതങ്ങളുടെ ഉത്തരം കൊണ്ട് സംതൃപ്തി അടഞ്ഞു. എന്നാൽ അതിനപ്പുറം അങ്ങനെ ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ ചരാചരങ്ങളെ സൃഷ്ടിച്ചതോ എന്ന് പറയാൻ അന്നത്തെ കാലത്തെ ശാസ്ത്രത്തിന് കഴിയില്ലായിരുന്നു, ആർക്കും കഴിയില്ലായിരുന്നു. അവിടെയാണ് ഈ മതപ്രമാണിമാർ വിജയിച്ചത്. അങ്ങനെ ആ ഒരു അറിവുമായി നമ്മൾ തുടരുകയാണ് ഇപ്പോഴും. എന്നാൽ ഭാരതീയ തത്വചിന്തയിൽ ചില ഋഷിപുങ്കവന്മാർ ഇതിനൊക്കെ കുറച്ചും കൂടെ ശാസ്ത്രീയമായി ചിന്തിക്കുകയുണ്ടായി. ഋഷിപുങ്കവന്മാരെന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മുമ്പിലുള്ള ഒരു സന്യാസ സങ്കല്പത്തിലുള്ള ആ ഗോത്രത്തിലുള്ള ഋഷിമാരല്ല, മറിച്ച് അവരുടെ സിദ്ധാന്തങ്ങളും ദർശനങ്ങളും ഒക്കെ പരിശോധിക്കുകയും വിമർശിക്കുകയും ഖണ്ഡിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു കൂട്ടം ഋഷിപുങ്കവന്മാർ. അവർ പലപ്പോഴും പറഞ്ഞു, ഈ പ്രപഞ്ചം ഏതെങ്കിലും സൃഷ്ടിനാഥൻ ഈശ്വരൻ സൃഷ്ടിച്ചതല്ല, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ശക്തി സൃഷ്ടിച്ചതല്ല, മറിച്ച് ഈ പ്രപഞ്ചം ഉണ്ടായത് കണങ്ങളുടെ സംയോഗത്തിൽ നിന്നാണ്. നമ്മൾ ഏതൊരു പദാർത്ഥം എടുത്താലും ആ പദാർത്ഥം വിഘടിച്ചു വരുമ്പോൾ അതിൻ്റെ അവസാനമായി നമുക്ക് കണങ്ങൾ കിട്ടും. ഈ കണങ്ങളുടെ സംയോജനമാണ് പദാർത്ഥം. അങ്ങനെയുള്ള ഒരു ആകെത്തുകയാണ് പ്രപഞ്ചം. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാകാൻ സാധ്യത. അല്ലാതെ അദൃശ്യമായ അമാനുഷികനായ ബ്രഹ്മസ്വരൂപനായ ഒരാൾ സൃഷ്ടിച്ചതല്ല ഇത് എന്ന് അവർ പറഞ്ഞു വെച്ചു. ഇത് ഭാരതീയ നാസ്തിക പരമ്പരയിലെ ഒരു പ്രധാന വിഭാഗക്കാരായത് പറഞ്ഞു. പ്രധാനവും സാഖ്യന്മാർ എന്ന് പറയുന്ന ഋഷിപുങ്കവന്മാരാണ് അത് പറഞ്ഞത്. അവരെ കൂടാതെ അന്ന് ലോകായുധന്മാർ ന്യായദർശനം, യോഗദർശനം, വൈശേഷിക ദർശനം, ബൗദ്ധം, ജൈനം ഇതെല്ലാം ദൈവത്തെയും മതത്തിൻ്റെയും
അസ്തിത്വം ചോദ്യം ചെയ്ത തത്വചിന്തകളായിരുന്നു. ഇതിന് ആധുനിക ശാസ്ത്രമായി ഏകദേശം വളരെ സമാനതയുണ്ടായിരുന്നു ഈ ചിന്താഗതിക്ക്. ഇന്നത്തെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഒരുപക്ഷെ നമ്മളെ ഇപ്പം ചന്ദ്രയാന് കൊണ്ടുപോയ ആ യുക്തിചിന്തയും ശാസ്ത്രബോധവും ഈ പൗരാണിക സന്യാസിമാർക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അന്ന് ജീവിച്ചിരിക്കാൻ പറ്റിയില്ല. ഇത് പറഞ്ഞവരാരും തന്നെ അവിടെ സ്ഥിരമായി തുടർന്നുമില്ല. അവരൊക്കെ എങ്ങനെയാണോ ഉന്മൂലനം ചെയ്യേണ്ടവർ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അവസാനം അവർ പറഞ്ഞിരിച്ചു വെച്ചിരുന്ന ഈ ശാസ്ത്രീയമായ ചിന്തകൾ അല്പം സ്വല്പമൊക്കെ പൊടി തട്ടി കിട്ടിയത് അവരെ വിമർശിച്ച വൈദിക ശ്രേഷ്ഠന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, അല്ലെ വായ്മൊഴികളിൽ നിന്നാണ്. അതിൽ നിന്നാണ് ചാർവാകന്മാരെ പറ്റി കേൾക്കുന്നത്, ചാർവാകന്മാരുടെ ചിന്തയെപ്പറ്റി കേൾക്കുന്നത്. ചാരുവായി വാക്കുകൾ ഉപയോഗിച്ചിരുന്നവരാണ് ചാർവാകന്മാർ. ചാരു എന്ന് പറഞ്ഞാൽ മനോഹരം, മനോജ്ഞം, സുന്ദരം. സുന്ദരമായി മധുരമൊഴി പോലെ വാക്കുകൾ പൊഴിഞ്ഞ് ഉരിയാടാൻ കഴിയുന്ന ആൾക്കാർ. ആ ചാരുമനോഹരമായ വർത്തമാനങ്ങൾ എന്തായിരുന്നു? യാഥാസ്ഥിക വിശ്വാസങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, മതവിശ്വാസങ്ങളെ, അതിൻ്റെ ദർശനങ്ങളെ ചോദ്യം ചെയ്യുന്ന, യുക്തിചിന്തയും ശാസ്ത്രബോധം കൊണ്ട് ചോദ്യം ചെയ്യുന്ന, മാനവിക ദാർശനികത്തിൽ അധിഷ്ഠിതമായ ചിന്താധാരയായിരുന്നു ആ ചാരുവായ വാക്കുകൾ. അവരെ ലോകായതന്മാരെന്ന് വിളിച്ചിരുന്നു. കാരണം അവരുടെ ഈ വാക്കുകൾ ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു? അത് വേദകാലത്തെ ചൂഷകന്മാർക്ക് വേണ്ടി ആയിരുന്നില്ല. ഈ വാക്കുകൾ വലിയൊരു ചൂഷക സമൂഹം അന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും പീഡനം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ യാതന അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ള വലിയൊരു ബഹുഭൂരിപക്ഷത്തിൻ്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു അതിനെതിരായിരുന്ന സിദ്ധാന്തങ്ങളെയും പ്രവണതകളെയും ചോദ്യം ചെയ്യാൻ ഈ ചിന്താധാര ഉപയോഗിച്ചെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അവര് പറഞ്ഞു വെച്ച ഒന്ന് രണ്ട് മൈനർ ഉദാഹരണങ്ങൾ. അതായത് ജീവനുണ്ടായതും അല്ലെങ്കിൽ പ്രപഞ്ചമുണ്ടായതും ഇങ്ങനെയാണ്. നമ്മൾ വെറ്റില മുറുക്കുന്നവരുണ്ടല്ലോ, പാക്കെടുത്ത് ചവച്ച് തുപ്പിയാൽ പാക്കിൻ്റെ നിറവേ ഉണ്ടാവും. വെറ്റില എടുത്ത് ചവച്ച് തുപ്പിയാൽ വെറ്റില നിറവുണ്ടാവും. ചുണ്ണാമ്പ് മാത്രമാണെങ്കിൽ ചുണ്ണാമ്പിൻ്റെ നിറം, പാക്കാണെങ്കിൽ പാക്കിൻ്റെ നിറം, പൊയിലാണെങ്കിൽ പൊയിലയുടെ നിറം. നാലും കൂട്ടി ചവച്ച് തുപ്പിയാലോ ചുവപ്പ് നിറം വരും. ഒരു പുതിയ വസ്തു ഉണ്ടാകുന്നതിന് ചില മറ്റ് അസംസ്കൃത വസ്തുക്കൾ പ്രത്യേക അനുപാതത്തിൽ പ്രത്യേക ഭൂമിയിൽ സംയോജിച്ചാൽ പുതിയ വസ്തുവായി മാറും. ആ വസ്തുവിന് പുതിയ നിറവും ഗുണവും ഭാവവും ഉൽപ്പന്ന ശ്രേഷ്ഠതയുണ്ടാവും. അത് ഒരു ഉദാഹരണം. മറ്റൊന്നവർ പറഞ്ഞത് പാല്, നമ്മുടെ പശുവിൻ്റെ പാല്. ഈ പാല് നമ്മളത് ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ അത് തൈരായി മാറുന്നു, പിന്നെ വെണ്ണയായി മാറുന്നു, നെയ്യായി മാറുന്നു, പിന്നെ മോരായി മാറുന്നു. ഒരു വസ്തു തന്നെ ഓരോ ഘട്ടങ്ങൾ പരിവർത്തനത്തിന് വിധേയമാകുമ്പോൾ പുതിയ വസ്തുവായി മാറുന്നു. അപ്പോൾ അതിന് അതിൻ്റേതായ ഗുണവിശേഷം ഉണ്ടാകുന്നു. ആ വസ്തു വീണ്ടും മറ്റൊരവസ്ഥയിലേക്ക് പരിണമിക്കുമ്പോൾ അത് മൂന്നാമത് വേറെ വസ്തുവായി മാറുന്നു. ആ വസ്തുവിന് മറ്റൊരു സ്വഭാവ സവിശേഷം ഉണ്ടാകുന്നു. വീണ്ടും പരിണമിക്കുമ്പോഴോ അതിന് വേറെ സവിശേഷം ഉണ്ടാകുന്നു. ഇതുപോലെ ആണ് മനുഷ്യന് അല്ലെ ജീവചരാചരങ്ങൾക്ക് ജീവനുണ്ടായത്, പ്രപഞ്ചം ഉണ്ടായത്. ജീവനുണ്ടാകുന്നതിന് ഇന്ന് നമ്മൾ ആധുനിക ശാസ്ത്രം ഏകദേശം അങ്ങനെയൊക്കെ തന്നെ തെളിയിച്ചിരിക്കുന്നത്. DNA-യും RNA-യും ഒക്കെ സംയോജിച്ചു കഴിഞ്ഞാൽ ജീവന്റെ ഇതുണ്ടാകും, അംശങ്ങളുണ്ടാകും. 76,000 വോൾട്ട് വൈദ്യുതിയിൽ ഉപ്പുരസം കടത്തിവിട്ടാൽ
ജീവയൗകികങ്ങൾ ഉണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു. അതുപോലെ വൈറസ് π×174 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ പ്രൊഫസർ ആബർ കോർൺബർഗ് 1964 ലാബിൽ ജീവന്റെ അങ്കുരങ്ങൾ സൃഷ്ടിച്ചു. ചുരുക്കത്തിൽ അചേതന വസ്തു നിരന്തരമായ പരിണാമത്തിന് വിധേയമായാൽ സചേതന വസ്തുവായി മാറും. ഇത് പ്രകാരം ജീവനുമായാലും മറ്റൊരു വസ്തുവായും ഉണ്ടാകുന്നതിനാവശ്യമായ ഘടകങ്ങൾ സംയോജിച്ചാൽ ആ പുതിയ വസ്തു ഉണ്ടാകും എന്ന് നമ്മുടെ ഈ പൗരാണിക ചിന്തകന്മാർ പറഞ്ഞു വെച്ചു. അതാണ് നമ്മുടെ ശാസ്ത്രീയമായ ഒരു പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠത. നമ്മുടെ ആധുനിക ശാസ്ത്രം ഈ പ്രപഞ്ചോൽപത്തിയെ പറ്റി പറഞ്ഞു വരുമ്പോൾ പ്രധാനപ്പെട്ട 2 സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ബിഗ് ബാങ് തിയറി, 2 സ്ഥിരസ്ഥിത സിദ്ധാന്തം. അതായത് പ്രപഞ്ചം പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടായിരിക്കും. മറ്റൊന്ന് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്, ഏകാംശത്തിൽ നിന്നും സ്ഫോടനം ഉണ്ടായി ഈ കാണുന്ന പ്രപഞ്ചം എല്ലാം ഉണ്ടായി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. ഇതിനെ രണ്ടിനെയും ആധുനിക ശാസ്ത്രജ്ഞനായ നർലിക്കർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നിരന്തരം ദ്രവ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനുള്ള സാധ്യതയില്ല എന്ന്. ചുരുക്കത്തിൽ ഏകദേശം നമ്മുടെ ഈ ആധുനിക ശാസ്ത്രം തെളിയിച്ച കാര്യങ്ങൾ ആ ചിന്താധാരയുടെ അവരെ മുൻഗാമികളായ നമ്മുടെ കണാദനും ലോകായതന്മാരും ഒക്കെ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ നാസ്തികതയുടെ ഒരു അടിവേര് പറഞ്ഞതേ ഉള്ളൂ. നാസ്തികവാദം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ദൈവത്തെ നിഷേധിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ശബ്ദധാരാവലി ഉൾപ്പെടെയുള്ള നിഘണ്ടുക്കൾ പരിശോധിച്ചാലും അർത്ഥം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ പൗരാണിക ചിന്തകന്മാർ പറയുന്നത് വേദങ്ങളെ അംഗീകരിക്കാത്തതിനെയാണ് നാസ്തികം എന്ന് പറയുന്നത്. വേദകാലത്തുള്ള വിമർശന ഗ്രൂപ്പായിരുന്നു അത്. അവർ വേദങ്ങളിൽ പറയുന്ന ഈ പൂജകളും മന്ത്രങ്ങളും യാഗങ്ങളും ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നു. ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ആ ഗ്രൂപ്പായതുകൊണ്ട് അവരെ നാസ്തികന്മാരെന്ന് പറഞ്ഞു. എന്നാൽ നിരീശ്വരന്മാരുകളാണോ? അല്ല. നിരീശ്വരന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 33 കോടി അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൽ ആചാരഭാഗമായ ഒരു വടവൃക്ഷമുണ്ട്. അതാണ് ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസത്തിന് എതിരെ ചോദ്യം ചെയ്യുന്നവരാണ് നിരീശ്വരന്മാർ. ഈശ്വരീയമായ കാര്യങ്ങളെ അംഗീകരിക്കാതെ നിഷേധിക്കുന്നവർ നിരീശ്വരന്മാർ. പക്ഷേ നിരീശ്വരന്മാരും നാസ്തികരും തമ്മിലുള്ള ചില മൈലേജ് വ്യത്യാസമുണ്ട്. നാസ്തികന്മാർക്ക് വേദങ്ങളെ വിമർശിക്കുന്ന ആ പരിധിക്കപ്പുറത്തേക്കില്ല സഞ്ചാരം. എന്നാൽ ജനറലായി പറയുമ്പോൾ നിരീശ്വരന്മാരെന്ന് പറയുന്നതാണ് ശരി. എന്നാൽ ഇവിടെ കേവല നാസ്തികവാദം എന്നാണ് നമ്മുടെ വിഷയം. കേവല നാസ്തികവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? നാസ്തികം മാത്രമേ ഉള്ളൂ, അതാണ് ശ്രേഷ്ഠം. അതിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കാണാം, ഈ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്നൊക്കെയാണ് പ്രചരണം. പക്ഷേ ഇത് അശാസ്ത്രീയമാണ്. ദൈവത്തിൻ്റെ അശാസ്ത്രീയത ചോദ്യം ചെയ്യുന്നവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. അവിടെ വിഷയം തീർന്നു. അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞ് സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നോക്കിക്കാണെങ്കിൽ നാസ്തിക ദർശനത്തിന്, നാസ്തിക കണ്ണാടിക്ക് കഴിയില്ല. അത് കഴിയണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് യുക്തിവാദത്തിന്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ് യുക്തിവാദം വരുന്നത്. യുക്തിവാദം
അനവധി അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ദൈവവിശ്വാസത്തിന് അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ദൈവവിശ്വാസം പോലെ അല്ല എന്ന് പറയാൻ കാരണം യുക്തിവാദത്തിന് ശാസ്ത്രീയമായ മനോഭാവമുണ്ട്, യുക്തിചിന്തയുണ്ട്. യുക്തിചിന്തയും ശാസ്ത്രബോധവും കൂടെ ചേർന്നതിനെയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. അതൊരു കാഴ്ചപ്പാടല്ല, അതൊരു ദർശനമല്ല, അതൊരു ചിന്താ പദ്ധതി മാത്രമാണ്. മാറ്റങ്ങളുണ്ടാകും. എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ, ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഈ പ്രാപഞ്ചികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെ എല്ലാ അശാസ്ത്രീയത എന്താണെന്ന് നോക്കിക്കാണാനും സൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണ മനോഭാവത്തോടെ സത്യം കണ്ടെത്താനും കഴിയുന്ന ചിന്താ പദ്ധതിയാണ് യുക്തിവാദം. അപ്പൊ അവിടെ ദൈവത്തിൻ്റെ അശാസ്ത്രീയത ചോദ്യം ചെയ്യാം. അതിലുപരി മനുഷ്യനെ ഗുരുതരമായി ബാധിക്കുന്ന എല്ലാ പ്രവണതകളെയും എല്ലാ അവകാശങ്ങൾക്കും എതിരെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ശക്തമായ ചിന്താധാരയാണ് യുക്തിവാദം. അതിൻ്റെ ക്യാൻവാസ് വളരെ വിപുലമാണ്. അതൊരു മതസ്വഭാവം അതിനില്ല, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതെപ്പോഴും നന്മയുടെ ഭാഗത്തുകൂടി മാത്രമേ നീങ്ങുന്നു. കാര്യകാരണ ബന്ധ നിയമപ്രകാരം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം കണ്ടെത്തുക എന്ന് പറയുന്ന സമീപനമാണ് യുക്തിവാദത്തിനുള്ളത്. അപ്പൊ യുക്തിവാദത്തിന് ഇത്രയും ക്യാൻവാസിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. യുക്തിവാദം പലപ്പോഴും ചിന്തിച്ചത് ഈ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ എന്തൊക്കെയാണ്. അത് ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ കുഷ്ഠത്തിൻ്റെ, ടൈഫോയിഡിൻ്റെ, ന്യൂമോണിയയുടെ അങ്ങനെ പല മാരകമായ രോഗാണുക്കൾ ബാധിച്ചുകൊണ്ട് ഒരു ആരോഗ്യമുള്ള ശരീരം എങ്ങനെയാണ് അനാരോഗ്യമായി മാറുന്നത്. അതുപോലെ നമ്മൾ ഈ സമൂഹത്തെ, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഈ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗാണുക്കളാണ്, സാംക്രമിക രോഗങ്ങളാണ് മതവിശ്വാസങ്ങൾ, ചാതുർവർണ്ണ്യങ്ങൾ, ജ്യോതിഷ വിശ്വാസങ്ങൾ, ജാതക വിശ്വാസങ്ങൾ, ഭാഗ്യം നിർഭാഗ്യം, ശകുനം, ഇങ്ങനെ പോകുന്ന 1000 അന്ധമായ ധാരണകൾ. ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? എപ്പോഴും ഇതിനൊക്കെ വിധേയമായി അപകടപ്പെട്ടിട്ടുള്ളത് എപ്പോഴും നമ്മളെ ചുറ്റിലുമുള്ള ഒരു ഭൂരിഭാഗം അവശത അനുഭവിക്കുന്ന, അവഗണന അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ആരംഭമില്ലാത്ത നിരാരംഭരായിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും താഴെത്തട്ടിലുള്ള വലിയൊരു ജനവിഭാഗത്തിന് ഗുരുതരമായി ബാധിച്ചിട്ടുള്ള രോഗാണുക്കളാണ് ഈ ജാതി സമ്പ്രദായവും മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ. ഇതിനെതിരെ ചിന്തിക്കാൻ നാസ്തികൾക്ക് കഴിയില്ല, യുക്തിവാദത്തിന് കഴിയുകയാണ്. അതുകൊണ്ട് യുക്തിവാദം ആ അർത്ഥത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് യുക്തിവാദത്തിൻ്റെ അനവധി ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററായ നാസ്തികത മാത്രം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർക്കുള്ള അപകടം, അവരെപ്പോഴും നമ്മുടെ അമ്പലങ്ങളിൽ രാമായണം, ഭാഗവതം, ഭാരതം ഒക്കെ വായിക്കാൻ പറ്റുന്ന സ്ത്രീകളുണ്ട്. അമ്പലങ്ങളിൽ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭാഗവത പാരായണം എന്ന് പറയുന്ന സംഭവം നമ്മൾ കാണാറുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവരെ മനസ്സിൽ ഈശ്വരനുണ്ടോ എന്തായാലും എല്ലാവരും കേൾപ്പിക്കുന്നത് ഈശ്വര ശബ്ദമാണ്. ഇതിന് സമാനമാണ് ദൈവം ഇല്ല എന്ന് പറയുന്ന, നിരന്തര ദൈവമില്ല, 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 ദൈവമില്ല. അപ്പുറത്ത് ഭാഗവതത്തിൽ പറയുന്നു എപ്പോഴും ഉണ്ടോ ഉണ്ടോ എന്ന് പറയുന്നു, ഇവിടെ ഇല്ല ഇല്ല എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നാണ്. കാരണം ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറൊരു പ്രശ്നം ഇവരാലോചിക്കുന്നില്ല.
അവർക്ക് ഒരു വേറെ പ്രശ്നം പരിഹരിക്കാൻ അവർ തയ്യാറല്ല. ഇതിനും ഇവിടെയാണ് നാസ്തികത കേവലമായി മാറുന്നത്. അവിടെ യുക്തിവാദം കേവലമല്ല, അത് ശ്രേഷ്ഠമായി മാറുന്നു. കാരണം യുക്തിവാദം ഇവിടുത്തെ ഒരു വലിയ ജനവിഭാഗത്തിന് വേണ്ടി ഇടപെടുന്നു, മറ്റേ ഇടപെടുന്നില്ല. നമ്മുടെ ഈ കേവല യുക്തിവാദികൾ എന്ന് പറയുന്ന ചിലർ അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ, അവർ പൂർണ്ണമായി യുക്തിവാദത്തിനെതിരാണ്. അവർ കള്ളപ്രചരണം പോലും യുക്തിവാദത്തിനെ അഴിച്ചുവിടുകയാണ്. അതായത് യുക്തിവാദ സംഘം ഒരു മതസംഘടനയാണ്. അത് ജാതി പ്രസരണ സംഘടനയാണ്. അത് ശാസ്ത്രവിരുദ്ധ പ്രസ്ഥാനമാണ്. അത് ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉപഘടകമാണ്. ഇത് ചിലർ കൊടുത്തിട്ടുള്ള ചില അഭിമുഖങ്ങളിൽ വായിച്ചതാണ്. ഇതൊക്കെ സത്യവിരുദ്ധമാണ്. ഇത് യുക്തിവാദ സംഘത്തിൻ്റെ ഇതുവരെ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വന്നതിൽ നമ്മുടെ മുത്തശ്ശിമാർ പോലും ചോദിച്ചാൽ പറയും ദൈവമില്ലാത്തവന്മാരല്ലേ എന്ന്. അത്രമാത്രം ബോധമുണ്ടായിട്ടുള്ള എത്രയോ കാലത്തെ പ്രവർത്തനം കൊണ്ട് കേരളത്തിനൊരു മതേതര മനസ്സ് സൃഷ്ടിച്ച, കേരളത്തിൽ മതേതര സംസ്കാരത്തിൻ്റെ അച്ചുകൊണ്ട് ഉയർത്തിയ യുക്തിവാദ പ്രസ്ഥാനമാണ്. അത്രയും ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള യുക്തിവാദത്തിൻ്റെ ഈ ചിന്തയെ ആണ് ഈ മറുകൂട്ടർ ഇങ്ങനെയൊക്കെ കള്ളപ്രചരണം നടത്തുന്നത്. ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ളതാണ്. മനഃപൂർവ്വം പറയുന്നവർ ആരോപിച്ചവർ അവർ പറയുന്നു ഞങ്ങളോട് ഇപ്പം പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഉണ്ട്. ആരൊക്കെയാണ്? RSSകാരുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട്, BJPക്കാരുണ്ട്, അങ്ങനെ പിന്നെ കോൺഗ്രസ്, അങ്ങനെ പല വിഭാഗങ്ങളുള്ളവരൊക്കെ ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ യുക്തിവാദ പ്രസ്ഥാനത്തെ ഒരു മതസംഘടനയാണെന്ന് പറഞ്ഞവരാണ് മതസംഘടന ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ കൂടെയാണ് മതവിഭാഗക്കാർ നിൽക്കുന്നത്. അവർ തന്നെയാണ് ഇതിന് ഇങ്ങനെ പറയുന്നത്. ഇത് യുക്തിവാദ സംഘത്തിനെതിരെ നടത്തുന്ന പ്രചരണം ഇക്കോട്ടെ. മാർക്സിസത്തിനെതിരെ ഇവർ ഇതുപോലെയാണ് പ്രചരണം നടത്തുന്നുണ്ട്. മാർക്സിസവും 100% മനുഷ്യദ്രോഹ പ്രസ്ഥാനമാണ്. ആദർശങ്ങൾക്ക് ഉപരി ചില പാർട്ടികളിൽ പല ആൾക്കാർക്കും കള്ളനാണയങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലാഭങ്ങൾ, നേട്ടങ്ങൾ, അതിൻ്റേതായ ദോഷങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ പ്രസ്ഥാനങ്ങളൊക്കെ ജന്മം കൊണ്ടതും അത് വളർന്നു വന്നതും കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ അടിസ്ഥാന വർഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പല അപാകതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം നിലനിന്നത് ഒരു ഇല്ലായ്മക്കാരൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പറയുന്ന യാതൊരു നിയമിക്കുന്നതിൻ്റെ ഒരു മോചനത്തിന് വേണ്ടിയാണ്. യുക്തിവാദം പ്രധാനമായി ചാതുർവർണ്ണത്തിനെതിരാണ്. ചാതുർവർണ്ണം ഇല്ലാതാവുകയും അതിനതീതമായി ഒരു ജാതിരഹിത സമുദായം ഉണ്ടാകണമെന്നും വാദിക്കുന്നവരാണ്. മാത്രമല്ല, അതിനുവേണ്ടി പണ്ട് യുക്തിവാദം ചെയ്തു വരുന്നത് മിശ്രവിഭാഗമാണ്. അവരെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റിൽ പ്രവേശന ഭാഗത്തിൽ ജാതിയില്ല മതമില്ലെന്നാണ് എഴുതുന്നത്. അങ്ങനെ തന്നെ വളർന്നു വരുന്ന ഒരു വലിയ സമൂഹം തന്നെ കേരളത്തിലുണ്ട്. ഇത് യുക്തിവാദ സംഘം ചെയ്തു വരുന്ന കാര്യമാണ്. ഈ പ്രസ്ഥാനത്തെ നാസ്തികർ എതിർക്കുന്നു. തൊഴിലാളികളെ മോചിപ്പിക്കാൻ ശ്രമിച്ച പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നു. സോഷ്യലിസം എന്ന് പറയുന്നത് ഉട്ടോപ്യനാണെന്ന് പറയുന്നു. ഉട്ടോപ്യൻ ആയിക്കോട്ടെ, എങ്കിൽ പോലും ഇതാർക്കാണ് ഒരു മോഹനമായ സ്വപ്നം? ആണ്ടിലൊരു ദിവസം കാത്തിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് തിരുവോണത്തിൻ്റെ അന്ന് വയറ് നിറച്ച് ഊണ് കിട്ടി. അവൻ അന്നാണ് വയറ് നിറയുന്നവന്. അവൻ്റെ വയറ് നിറഞ്ഞപ്പോൾ അവൻ എന്തൊന്നില്ലാത്തൊരു ആഹ്ലാദം ഉണ്ടായി, ആഘോഷമുണ്ടായി, ഉത്സവമുണ്ടായി. ഇങ്ങനെയുള്ള
അനവധി പേർക്ക് ആഹാരമില്ലാതെ വർഷങ്ങളോളം നരകയാതന അനുഭവിക്കുന്നവർ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് ആഗ്രഹം തൊട്ടടുത്തുള്ള അയലത്തുകാരൻ കഴിയുന്ന പോലെയൊക്കെ നമുക്കും കഴിയാൻ കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും എല്ലാം ഉണ്ടാകുന്നൊരവസ്ഥ. അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാം. എന്നാലും അതൊരു സ്വപ്നമാണ്. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞതുപോലെ അതൊരു സ്വപ്നമായിരുന്നു. മാവേലിയുടെ ഭരണകാലം 100% സോഷ്യലിസം ഒന്നും നിറഞ്ഞ കാലമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ദേവാസുരന്മാർ യുദ്ധമായിരുന്നു. കള്ളവില്ല ചതിയില്ലെന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം തന്നെ ചതിക്കപ്പെട്ടാണ് മരിച്ചത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എല്ലാ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടും ഉണ്ടായൊരു സ്വപ്നമാണ് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം ഈ പട്ടിണി കിടക്കുന്നവന്റെ മനസ്സിൽ കൊടുത്താൽ അവന് സുഖമാണ്. ഇന്നലെ നാളെയെങ്കിലും നമുക്ക് പട്ടിണി മാറുമല്ലോ എന്ന് പറയുന്നത്. ഇതൊരു ഉട്ടോപ്പിനാണെന്ന് പറഞ്ഞ് 100% ഈ നാസ്തികർ ആക്രമിക്കുന്നു. സംഘാടന ജനാധിപത്യ സംവിധാനങ്ങളില്ല. ഒരു ഏകാധിപത്യ മനോഭാവത്തോടെ നേരത്തെ സൂചിപ്പിച്ചതിലെ കൾട്ടിന്റെ രീതിയിൽ വലിയ വലിയ ബിംബങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ളൊരു പ്രവർത്തനം. അപ്പം അവിടെ ജനാധിപത്യ ധ്വംസനം നടത്തുന്നു. ഇക്കൂട്ടർ അതിനെതിരാണ്. സമ്മേളനം പോലെയുള്ള കാര്യങ്ങളോടും ഇതേ നിലപാടാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു എന്നാണ് പറയുന്നത്. സഹോദരൻ അയ്യപ്പനെയൊക്കെ രൂക്ഷമായി ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിരന്തര ആക്രമണം ഈ കേവല നാസ്തികരിൽ നിന്നും യുക്തിവാദികളുടെ നേരെ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കേവല നാസ്തികത എന്താണെന്നും യുക്തിവാദം എന്താണെന്നും പറയുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഒരു കാലത്ത്, അതായത് 15-16 നൂറ്റാണ്ടിൽ ഇറ്റലിയിലും യൂറോപ്പിലൊക്കെ ഉണ്ടായ ഒരു വിപ്ലവത്തിൻ്റെ ഫലമാണ് നവോത്ഥാന പ്രസ്ഥാനം. അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന സാഹിത്യം, തത്വചിന്താപരമായ സമീപനങ്ങൾ, നാടകം, കവിത അല്ലെങ്കിൽ ചിത്രരചന, വാസ്തുശാസ്ത്രം, ഇതെല്ലാം അടങ്ങിയിരുന്ന ഒരു ബിംബമുണ്ട്. അത് ദൈവത്തിൻ്റെയും പുരോഹിതന്മാരുടെയും മാലാഖമാരുടെയുമായിരുന്നു. ഇവരെ പ്രകീർത്തിക്കൊണ്ടുള്ള സൃഷ്ടികൾ മാത്രമേ അന്ന് വരെ ഉണ്ടാകാൻ പറ്റുമായിരുന്നുള്ളൂ. കത്തോലിക്ക സഭയൊക്കെ അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ച കൂട്ടത്തിൽ ആ ദുരാചാരം നിലനിർത്താൻ. അന്ന് അതിനെതിരെ ഒന്ന് സാഹിത്യ ചിന്തകൻ പെട്രാക്ക് എന്ന് പറയുന്ന ഒരു ചിന്തകന്റെ എഴുത്തുകാരൻ രംഗത്ത് വരുന്നു. അദ്ദേഹം ഈ ദേവതകളുടെ സ്ഥാനത്ത് മനുഷ്യന്റെ നൊമ്പരമുള്ള സാഹിത്യങ്ങൾ രചിക്കുന്നു. ദാന്തെ എന്ന് പറയുന്ന കവി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വെർജിലിനെയും വിളിച്ചുകൊണ്ട് തൻ്റെ അകാലത്തിൽ മരിച്ചുപോയ കാമുകയെ കാണാൻ സ്വർഗത്തിലും നരകത്തിലും പോകുന്നു. സ്വർഗത്തിനെയും നരകത്തിനെയും പറ്റിയുള്ള നിലവിൽ മതഗ്രന്ഥങ്ങൾ പറയുന്ന എല്ലാ പ്രമാണങ്ങളെയും തച്ചുടയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി. അതുപോലെ തന്നെ മൊണാലിസയുടെ മാലാഖയുടെ ചിത്രങ്ങൾ മാത്രമേ വരയ്ക്കാവൂ എന്ന് പറയുന്നത് മൊണാലിസ എന്ന് പറയുന്ന സാധാരണ സ്ത്രീയുടെ മുഖത്തിലുണ്ടാകുന്ന ദുഃഖവും സങ്കടത്തിൻ്റെ എല്ലാ സുന്ദരമായ ഭാവപ്രകടനം വരുന്ന രീതിയിൽ നമ്മുടെ ഡാവിഞ്ചി ചിത്രം രചിച്ചു. ഇതൊക്കെ ദൈവം എന്ന് പറയുന്ന ആ സങ്കല്പത്തെ വലിച്ചെറിയുന്ന മറികടക്കുന്ന ഒരു പ്രധാന ഘട്ടമായിരുന്നു. മനുഷ്യനൊരു വിലയില്ലായിരുന്ന കാലത്ത്, ദൈവങ്ങൾക്ക് മാത്രം പൗരോഹിത്യത്തിനും മാത്രം വിലയുണ്ടായിരുന്ന കാലത്ത് അവർക്കെതിരായ യുദ്ധത്തിനുള്ള ആദ്യത്തെ കാഹളം മുഴക്കലായിരുന്നു ഇത്. ഇവിടെ ഈ ഒരു ഇടപെടലിലൂടെ ലോക ചരിത്രത്തിൽ തന്നെ ഈ സങ്കല്പങ്ങൾ മാറുകയാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ലോക മാനവിക സാഹിത്യ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം കൊള്ളുകയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പുരോഗമന കലാ സാഹിത്യ സംഘമായാലും മാനവിക സാഹിത്യ പ്രസ്ഥാനമൊക്കെ ആയാലും ഇതിൻ്റെ തുടർച്ചയാണ്. അപ്പം ഇവിടെയൊക്കെ ഉണ്ടായത് ദൈവത്തെ മതത്തെ നിരാകരിക്കലാണ്.
ഇവിടെ യുക്തിവാദികൾക്ക് മാത്രമാണ് ഇപ്പോൾ അത് പൂർണ്ണാക്ഷത്തിൽ ചെയ്യാൻ കഴിയുന്നത്. നാസ്തിക പോലെയുള്ള സംഘടനകൾ പല മുഖങ്ങളും രഹസ്യമായി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഞാൻ വിശദമായ ഒരു പ്രതിവാദത്തിലേക്ക് സമയക്കുറവുകൊണ്ട് പ്രവേശിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വളരെ സന്തോഷകരമായ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.